ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾക്കും കാരണമാകാറുണ്ട്. അടുത്തിടെ പടിഞ്ഞാറൻ ഏഷ്യയിൽ രൂപപ്പെട്ട ഇറാൻ യുദ്ധ സാഹചര്യവും അതിന്റെ പ്രതിഫലനമായി ആഗോള ഇന്ധന വിപണിയിലുണ്ടായ വില വർധനവും ഇതിന് പുതിയ ഉദാഹരണമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിമാനയാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ വിമാന നിരക്കിൽ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വിമാന ഇന്ധന വിലയിൽ ഉണ്ടായ വർധനവിനെ തുടർന്ന് എയർ ഇന്ത്യ ഫ്യുവൽ സർചാർജ് പ്രഖ്യാപിച്ചതോടെയാണ് വിമാന നിരക്കിൽ വർധന വരാൻ പോകുന്നത്. ആഭ്യന്തര അന്താരാഷ്ട്ര റൂട്ടുകളിൽ ഘട്ടം ഘട്ടമായാണ് സർചാർജ് നടപ്പിലാക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്ന സർവീസുകളിലും ഈ സർചാർജ് ബാധകമാകുമെന്ന് എയർലൈൻ ഗ്രൂപ്പ് അറിയിച്ചു. ഗൾഫ് മേഖലയിലെ വിതരണ തടസ്സങ്ങളെ തുടർന്ന് 2026 മാർച്ച് ആദ്യം മുതൽ ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വിലയിൽ വലിയ വർധന ഉണ്ടായതുകൊണ്ടാണ് ഈ വർധന നടപ്പാക്കുന്നതെന്ന് എയർലൈൻ അറിയിച്ചു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനം ഒരു എയർലൈനിന്റെ പ്രവർത്തന ചെലവിന്റെ ഏകദേശം 40% വരുന്നു. ഇത് ഇന്ധനവില വർധനയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. മാർച്ച് ആദ്യം മുതൽ ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വിതരണ തടസ്സങ്ങൾ കാരണം ATF വില കുത്തനെ ഉയർന്നു. ഇത് എയർലൈനുകളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഈ സ്വാധീനം വളരെ കൂടുതലാണ്. കാരണം ATFന് ഉയർന്ന എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും ബാധകമാണ്, പ്രത്യേകിച്ച് ഡൽഹി, മുംബൈ പോലുള്ള പ്രധാന മെട്രോ നഗരങ്ങളിൽ. ഇത് എയർലൈനുകൾക്ക് പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുന്നു. സർചാർജ് നടപ്പാക്കുന്നതിന് മുൻപ് നൽകിയ ടിക്കറ്റുകൾക്ക് ഇത് ബാധകമായിരിക്കില്ല എന്ന് എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ അവരുടെ യാത്രാ തീയതികളിലോ ടിക്കറ്റിലോ മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ മാത്രം പ്രവർത്തനങ്ങൾ നിലനിർത്താൻ സർചാർജ് ആവശ്യമാണെന്ന് എയർ ഇന്ത്യ പറഞ്ഞു. ഇന്ധനവിലയും രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെ വികസിക്കുന്നു എന്നതിനനുസരിച്ച് സർചാർജ് സമയാസമയങ്ങളിൽ അവലോകനം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുമെന്ന് കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് നിലവിൽ അവരുടെ വിമാനങ്ങളിൽ ഫ്യൂവൽ സർചാർജ് ഈടാക്കുന്നില്ല എന്നും, എന്നാൽ ഗ്രൂപ്പിന്റെ വിപുലമായ സർചാർജ് പ്രഖ്യാപനം ഈ എയർലൈൻ നടത്തുന്ന വിമാനങ്ങൾക്കും ബാധകമാണ് എന്നും ഗ്രൂപ്പ് കൂട്ടിച്ചേർത്തു. ഇത് സാധാരണ നിരക്ക് വർധന എന്നതിലുപരി ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ വ്യോമഗതാഗത മേഖലയെ കൂടി ബാധിക്കുന്നു എന്നതിന്റെ തെളിവായും വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ വിമാന വിപണിയിൽ ഇന്ധന ചെലവും നികുതികളും ഇതിനകം തന്നെ ഉയർന്ന നിലയിലാണ്. അതിനാൽ ഇന്ധനവിലയിലെ ഈ പുതിയ വർധനയും ഫ്യൂവൽ സർചാർജും വിമാനയാത്രയുടെ ചെലവിനെ കൂടുതൽ ഉയർത്തുന്ന ഘടകമായി മാറുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം ഈ തീരുമാനം വിമാനയാത്രക്കാരിൽ ചില ആശങ്കകളും സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര യാത്രകൾക്കായി വിമാനങ്ങളെ ആശ്രയിക്കുന്ന സാധാരണ യാത്രക്കാർക്കും ബിസിനസ് യാത്രക്കാർക്കും ചെലവ് വർധന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ധനവിലയിൽ സ്ഥിരത വന്നാൽ സർചാർജ് പുനഃപരിശോധിക്കുമെന്നും ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയത് ഒരു പ്രതീക്ഷയുമായിട്ടുണ്ട്. മൊത്തത്തിൽ നിലവിലെ സാഹചര്യം വ്യോമഗതാഗത മേഖലയിലെ സ്ഥിരത ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർമ്മപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, ഇന്ധനവിലയിലെ അനിശ്ചിതത്വം, നികുതി ഘടന തുടങ്ങിയ ഘടകങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ അതിന്റെ ബാധ്യത അവസാനമായി യാത്രക്കാരിലേക്കാണ് എത്തുന്നത്. അതിനാൽ വിമാന നിരക്കുകളിൽ ഉണ്ടായേക്കാവുന്ന ഈ വർധനയെ ഒരു താൽക്കാലിക പ്രതിസന്ധിയുടെ പ്രതിഫലനമായി കാണുന്നതിനൊപ്പം ഭാവിയിൽ ഇത്തരത്തിലുള്ള ആഘാതങ്ങളെ നേരിടാൻ വ്യോമഗതാഗത മേഖലയ്ക്ക് കൂടുതൽ സ്ഥിരതയുള്ള നയങ്ങളും സംവിധാനങ്ങളും ആവശ്യമാണെന്നതും ഈ സാഹചര്യത്തിൽ വ്യക്തമാകും.